ഖുർആൻ കൊണ്ട് വെളിച്ചം നൽകുന്നത് മനസ്സിലാകാത്തവനും സൂര്യനെ കൊണ്ടല്ല വെളിച്ചം നൽകുന്നതിനെ കുറിച്ച് അറിയാൻ കഴിയില്ലേ? ചോദിക്കട്ടെ, ഈ മാസത്തെ ബില്ലെത്രയാണ്? ഇലക്ട്രിക് ബില്ലെത്രയാണ്? വലിയ സംഖ്യ ഇലക്ട്രിക് ബില്ലടക്കുന്നു. എന്നാൽ അതിനിടയ്ക്ക് എത്ര സമയം ലൈറ്റ് പോയിട്ടുണ്ട്, എത്ര സമയം കറണ്ടില്ലാതെയായിട്ടുണ്ട്, എത്ര സമയം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നിട്ടും വലിയ സംഖ്യ അടക്കേണ്ടി വന്നില്ലേ? ഇവിടെ ഇപ്പോൾ ലൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നു. അതിന്റെ ശബ്ദം എത്രയാണ്? ഇനിയോ സുബ്ഹാനല്ലാഹ്, അതിന് തന്നെ ഡീസൽ ചെലവാകുന്നു, അതിന് ഓപ്പറേറ്റർ നിൽക്കുന്നു. ഇതൊക്കെ കൂടി ഉണ്ടായിട്ട് നമ്മുടെ ഈ ഗ്രൗണ്ടിലല്ലേ കുറഞ്ഞ വെളിച്ചം കിട്ടിയിട്ടുള്ളത്? നേരെ മറിച്ച് അല്ലാഹു തആല സൃഷ്ടിച്ച സൂര്യൻ, അതെവിടെയാണ്? 14,96,74,000 കിലോമീറ്റർ അകലെ ഒരൊറ്റ ബൾബ് അല്ലാഹു കത്തിച്ചപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാനിൽ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിൽ എത്രയെത്ര രാഷ്ട്രങ്ങളിലാണ് ഒരേ സമയത്ത് വെളിച്ചം കൊടുത്തത്. സുബ്ഹാനല്ലാഹ്, അതേ ബൾബിന്റെ കൂടെ മറ്റൊരു ബൾബ് ആവശ്യം വന്നിട്ടില്ല. ആ ഒരൊറ്റ ബൾബ് കൊണ്ട് തന്നെ ഭൂമി മുഴുക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ ലൈറ്റ് കൊടുക്കാനുള്ള സംവിധാനം വെച്ചപ്പോ ഒരു കൂട്ടർക്ക് ലൈറ്റ് ഉണ്ടായാൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് ഉറങ്ങേണ്ട സമയത്ത് ലൈറ്റ് കെടുത്തി കൊടുത്തിട്ടുണ്ട്. അതേ ലൈറ്റ് അപ്പോൾ മറ്റൊരു കൂട്ടർക്ക് അതിന്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടർക്ക് ലൈറ്റ് കൊടുക്കുന്നു, മറ്റൊരു കൂട്ടർക്ക് ഉറങ്ങാൻ സൗകര്യം ചെയ്യുന്നു. അതേ ബൾബ് കൊണ്ട് തന്നെ അതാ പിന്നെയും തിരിച്ച് അതാ കൊടുക്കുന്നു. അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്ത്. 5 പൈസ നിങ്ങൾ ബില്ലടക്കണ്ട. ഒരു ശബ്ദം കൊണ്ടും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഒരു ഓപ്പറേറ്ററെയും നിങ്ങൾ നിർത്തേണ്ടതില്ല. ഒരു വയറും ഷോർട്ടാകുന്നില്ല. ഒരു സ്വിച്ചും അമർത്തേണ്ടതില്ല. ലൈന് പോയിട്ടൊരു അപകടവും വന്ന് ആരും ദാരുണമായി മരിക്കുന്നില്ല. കരണ്ട് പിടിക്കുമോ എന്ന പേടിയില്ല. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ സൂര്യനെ കൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്ത വെളിച്ചം എത്ര വലുതാണ് സുഹൃത്തുക്കളെ! ആ സൂര്യനങ്ങകലെ അത് കത്തിജ്വലിക്കുമ്പോൾ മനുഷ്യന്റെ അതാ വീട്ടിന്റെ ഉള്ളിൽ വരെ അതിന്റെ വെളിച്ചമെത്തിപ്പോയില്ലേ? അതില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, വെളിച്ചം കിട്ടാത്ത സ്ഥലത്ത് തേങ്ങയില്ല, സൂര്യന്റെ ചൂട് തട്ടാത്ത സ്ഥലത്ത് കാരക്കയില്ല. സൂര്യന്റെ വെളിച്ചം വേണ്ടതുപോലെ ലഭിക്കാത്ത സ്ഥലത്ത് അതാ സസ്യങ്ങളിൽ പഴങ്ങളില്ല. ആ സൂര്യൻ മുഖേന എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലാഹു ജല്ല ജലാലുഹു വെച്ചിട്ടുള്ളത്. ആ സൂര്യനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പറയുമ്പോ ഖുർആന് കൊണ്ട് നൽകിയ വെളിച്ചത്തെക്കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യനും ഇത് ചിന്തിക്കാൻ പറ്റൂലേ? അതുകൊണ്ട് അല്ലാഹു തആല ബുദ്ധിയുള്ളവർക്ക്, ഭാഗ്യമുള്ളവർക്ക് അതാ വെളിച്ചം നൽകുന്ന ഖുർആനിനെ ആദ്യം പറഞ്ഞതിന് ശേഷം രണ്ടാമത് ബുദ്ധി കുറഞ്ഞവനും മനസ്സിലാക്കാൻ കഴിയുന്ന സൂര്യനെ സംബന്ധിച്ച് രണ്ടാമത് പറയുകയാണ്, അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനെ ആദ്യം പറഞ്ഞു. കാര്യം സൂര്യനിൽ നിന്ന് കിട്ടുന്ന പവറാണ് ചന്ദ്രനുള്ളത്. അതുകൊണ്ട് ചന്ദ്രന് രണ്ടാമത് പറഞ്ഞു. ഖുർആൻ ഒരു സാധാരണ ഗ്രന്ഥമല്ല. അതിന്റെ അർത്ഥവ്യാപ്തിയും അതിന്റെ ഘടനയും അതിന്റെ വിശദീകരണവും പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ.